ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അമ്മായിസ് കോർണർ. ഇന്ന് നമ്മൾ നാവിലൂറുന്ന നാടൻ രുചിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഹെൽത്തി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഈവനിങ്ങിനായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണിത്. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത് കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിതേ ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. ചക്കക്കുരു വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ചക്കക്കുരു, നല്ല പൊടിയുള്ള ചക്കക്കുരു നോക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നോക്കി ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. നന്നായി കൂടുതൽ ടൈമൊന്നും ഇതിന് വറവാവാൻ എടുക്കുകയൊന്നുമില്ല. കുറച്ച് ടൈം കൊണ്ട് തന്നെ ഇത് വറവായി വരികയും ചെയ്യും. നല്ല പൊടിയുള്ള ചക്കക്കുരു ആണെങ്കിൽ കേട്ടോ, നല്ല പൊടിയുള്ള ചക്കക്കുരു നോക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം. നമുക്ക് വറവായണോ നോക്കണമെങ്കിൽ ഇതേ ഒന്ന് എടുത്ത് നോക്കുക. എടുത്ത് നോക്കിയതിന് ശേഷം ഒന്ന് അമർത്തി നോക്കിയാൽ അത് ഞെങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് അറിയാം അത് വറവായിട്ടുണ്ട് എന്നുള്ളത്. ഒന്ന് ഞെക്കി നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ വറുക്കാൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പുറന്തോലി അവിടെ വേണം കേട്ടോ. ആ പുറന്തോലിയോട് കൂടി വേണം നമ്മൾ വറുത്തെടുക്കാൻ. പുറന്തോലി ഒഴിവാക്കി വറുക്കുമ്പോൾ അതിൻ്റെ പിന്നെയുള്ള ആ ഭാഗം കട്ടിയായി വരും. നമുക്ക് ഇടിക്കാനൊക്കെ ഭയങ്കര പൊടിച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തൊലിയോട് കൂടി തന്നെ നമ്മൾ പണ്ടുള്ളവർ വറുക്കും പോലെ തന്നെ നമ്മൾ വറുത്തെടുക്കണേ. വറുത്തെടുത്തതിന് ശേഷം നമ്മളിത് ഇതിൻ്റെ ഈ പുറമേയുള്ള തൊലി നമുക്ക് ഇങ്ങനെ കഴിച്ചെടുക്കാം. ഒക്കെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മുഴുവനും ഇത് പിന്നെ തൊലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതേ കുറേശ്ശെ നമുക്കിങ്ങനെ പൊടിച്ചെടുക്കുക, കുത്തിയെടുക്കുക. പൊടിക്കല്ല, ഒന്ന് കുത്തിയാൽ മതി കേട്ടോ. നമുക്ക് എന്താ വെച്ചാൽ മിക്സിയിൽ പൊടിക്കുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. കുത്തിയെടുക്കാന്ന് വെച്ചാൽ പണ്ടൊക്കെ ഉരലിലിട്ട് ഇടിക്കലായിരുന്നു ഇത്. ഇപ്പം ഉരലൊന്നും ഇല്ല. ഉരലുണ്ടെങ്കിൽ തന്നെ ചളി പിടിച്ച് മണ്ണ് പിടിച്ചൊക്കെ കിടക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പത്തിന് വേണ്ടി ഞാനിങ്ങനെ ഇതേ കുറേശ്ശെ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഒന്ന് കറക്കിയെടുത്താൽ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതേ കുറേശ്ശെ ഇങ്ങനെ പൊടിച്ചെടുക്കാം. പെട്ടെന്ന് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്കക്കുരു എടുക്കുമ്പോൾ നല്ല പൊടിയുള്ള ചക്കക്കുരു നോക്കി എടുക്കണം എന്നുള്ളത് പ്രധാനമാണ്. പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല പൊടിയായി വേഗം വറവാകുകയും ചെയ്യും. നമുക്കിത് മുഴുവനും അങ്ങനെ പൊടിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കും പോലെ കാണും പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഇതേ നമ്മളിത് മുഴുവനും അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതേ കുറച്ച് തേങ്ങ ഉണ്ട്, ശർക്കരയുണ്ട്. ശർക്കര കരിപ്പട്ടിയോ നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ചാൽ എടുക്കാം. എൻ്റെ അടുത്ത് കുറച്ച് പനഞ്ചക്കര ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ശർക്കര നോക്കിയെടുക്കാം. പിന്നെ 3 ഏലക്കായും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് മക്കൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ശർക്കരയൊക്കെ ഒന്ന്. അപ്പോൾ നമുക്ക് കുറേശ്ശെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് 2 പ്രാവശ്യമാക്കി ഇടാനേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതേ നമ്മളിതുപോലെ കറക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ശർക്കരയൊക്കെ നല്ലതുപോലെ അതിൽ പൊടിഞ്ഞിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഏത് രീതിയിലും ഉണ്ടാക്കാം. അങ്ങനെ പൊടിയോടെ കൂടി തിന്നാം, അല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ പൊടിയാക്കി തന്നെ എടുത്താലും മതി. ഉണ്ടാക്കി നമുക്ക് പിന്നെ ഒന്ന് വേവിച്ചിട്ട് നമുക്ക് വെക്കാനൊക്കെ 2 ദിവസമൊക്കെ വെക്കാനും അങ്ങനെയൊക്കെ പറ്റുമേ. ബാക്കിയുള്ളതും കൂടി നമുക്കങ്ങ് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് വറവിടാനും കൂടി ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് നെയ്യ് വേണമെങ്കിൽ കുറച്ച് നെയ്യിൽ ഒന്ന് അണ്ടി മുന്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വറവിട്ട് എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. ഞാനിതേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു അലങ്കാരത്തിന് വേണ്ടി മാത്രം. ടേസ്റ്റും ഉണ്ട്, നെയ്യും കൂടി ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അല്ലാതെ തന്നെ കഴിക്കുകയും ചെയ്യാം. പിന്നെ ഞാനിതേ കുറച്ച് ചക്കക്കുരു തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചക്കക്കുരു ഒന്ന് നീളത്തിൽ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇത് നമുക്കിങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്കക്കുരു ഇങ്ങനെ നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ പിന്നെ കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചക്കക്കുരു നീളത്തിൽ മുറിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നെയ്യിലോ ഒക്കെ വറുത്തെടുത്ത് നമുക്ക് ഉപ്പോ മുളക് പൊടിയൊക്കെ വിതറി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചക്ക കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് കുറച്ച് ചക്കക്കുരു ഇട്ട് വറുത്ത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്, കിസ്മിസ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ചക്കക്കുരുവൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും. ചക്കക്കുരുവിൻ്റെയും ചക്കേൻ്റെയൊക്കെ സീസണാണ്, ചക്കയുടെ സീസണാണ് ഇപ്പം. അപ്പോൾ എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.